ഈ ലോകത്തിലെ ജീവിതവുമായുള്ള ബന്ധത്തിൽ മാത്രം ജീവിതത്തെ കാണുന്നുവെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് മനുഷ്യൻ. മനുഷ്യനിവിടെ വന്നിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ. നമ്മിൽ കൂടുതൽ പേരും 100 വർഷം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയും 100 വർഷങ്ങൾക്ക് ശേഷവും നാം ഇവിടെ കാണുകയില്ല. നമ്മിൽ പലരും അധികകാലം ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് വാസ്തവം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവകൃപ നഷ്ടപ്പെട്ടാലും പരിചയസമ്പത്തും ലോകജ്ഞാനവും ഒക്കെ ഉപയോഗിച്ച് ഒരു പ്രസംഗികനായി തുടരുവാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന ശലോമോൻ്റെ പ്രസംഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനിത് ബൈബിൾ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയെന്ന് ഒരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന വിശുദ്ധ പൗലോസിൻ്റെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലെ ഉത്തരമാണ് അതിനുള്ള ശരിയായ മറുപടി. നവീന ശലോമോന്മാരെ തിരിച്ചറിയുവാനും ഈ പുസ്തക പഠനം നമ്മെ സഹായിക്കുമെന്നതിന് രണ്ട് പക്ഷമില്ല. സഭാപ്രസംഗി 1-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പണ്ടൊക്കെ കൃഷി ചെയ്ത് ധാന്യമുണ്ടാക്കി അത് പാകപ്പെടുത്തി ഭക്ഷിച്ചിരുന്ന മനുഷ്യന് ഇന്ന് എല്ലാം റെഡിമെയ്ഡായിട്ടുണ്ടല്ലോ. ഏതൊരു സാധനവും എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ലഭ്യമാകുന്ന ഇന്നത്തെ സൗകര്യങ്ങൾ അവിശ്വസനീയമാണ്. ഇത് എന്നും കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. സൗകര്യങ്ങൾ കൂട്ടിക്കൂട്ടി കാണുകയാണ്. എന്തെല്ലാം പുതിയ പുതിയ സൗകര്യങ്ങളാണ്. ലോകത്തിൻ്റെ ഏത് കോണിലും നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ തന്നെ ലോകത്തിൽ ഏതൊരു സ്ഥാനത്തും ഇരുന്ന് കാണുവാനുള്ള സംവിധാനം, ലോകത്തിൻ്റെ ഏതൊരു മൂലയിലും ഇരിക്കുന്നവരുമായി എപ്പോൾ വേണമെങ്കിലും സംസാരിക്കുവാനുള്ള സൗകര്യം, അങ്ങനെ സൗകര്യങ്ങൾ ഒന്നൊന്നായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഈസി ജീവിതം കൊണ്ട് മനുഷ്യൻ സംതൃപ്തനാണോ? ഈ കാണുന്നതെല്ലാം മനുഷ്യന് സന്തോഷവും ആനന്ദവും നൽകുന്നുണ്ടോ? ഇതൊക്കെ നിറഞ്ഞ ഒരു ജീവിതത്തെ ആണോ മനുഷ്യന് നൽകിയിരിക്കുന്നത്? അതോ ഇന്നും ശൂന്യതയാണോ? ഇസ്രായേലിലെ രാജാവായിരുന്ന ശലോമോൻ്റെ പരീക്ഷണങ്ങളാണ് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ നാം കാണുന്നത്. ശലോമോൻ്റെ പരീക്ഷണങ്ങൾ, ഒന്നാമതായി ശാസ്ത്രരംഗത്താണ് അവൻ പരീക്ഷണം നടത്തുന്നത്. അവൻ പ്രകൃതി നിയമങ്ങളുടെ ഒരു പഠനം നടത്തി. ശലോമോൻ അത് ചെയ്തു എന്ന കാര്യം ശ്രദ്ധേയമത്രേ. മനുഷ്യൻ ഇന്നും ഈ പ്രകൃതി നിയമങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി മനുഷ്യായുസ്സ് തന്നെ ചെലവഴിക്കപ്പെടുന്നു. ഈ പ്രകൃതി നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. നാം സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളാണല്ലോ പഠിക്കുവാൻ ആരംഭിച്ചത്. ഇന്ന് 4 മുതലുള്ള വാക്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എടുത്താട്ടെ നമുക്ക് അതൊന്ന് വായിച്ച് അത് എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കാം. 4-ാം വാക്യം: ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. മനുഷ്യൻ താൽക്കാലികനാണ്, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. അതിന് മനുഷ്യൻ ഇല്ലാത്തതായ ഒരു സ്ഥിരതയുണ്ട്, മനുഷ്യർക്കില്ലാത്തതായിട്ടുള്ളൊരു സ്ഥിരതയുണ്ട് എന്നാണ് അർത്ഥം. അതാണ് ഇവിടുത്തെ ചിന്ത. ഇന്നത്തെ മനുഷ്യൻ പുരാതന മനുഷ്യനിൽ നിന്നും അല്പം വ്യത്യസ്തനാണ്. ചിലപ്പോൾ അവൻ ഭാവിയിലെ മനുഷ്യനിൽ നിന്നും വളരെയധികം വ്യത്യസ്തമുള്ളവനായിരിക്കും. എങ്കിലും മനുഷ്യൻ താൽക്കാലികനാണ്. മനുഷ്യൻ ഇവിടെ അല്പകാലം മാത്രം കഴിഞ്ഞുകൂടുന്നവനാണ്. പ്രത്യുൽപാദനത്തിൽ കൂടി മനുഷ്യജാതി തുടർന്നും നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മിൽ കൂടുതൽ പേരും 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയും 100 വർഷങ്ങൾക്ക് ശേഷവും നമ്മിൽ അധികം പേരും ഇവിടെ കാണുകയില്ല.
നമ്മിൽ പലരും അധികകാലം ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പിൻതലമുറകളിൽ കൂടി മനുഷ്യജാതി തുടർന്നുകൊണ്ടിരിക്കും. ശലോമോൻ ഇപ്രകാരം കണ്ടു: ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു. ഈ ലോകത്തിലെ ജീവിതവുമായുള്ള ബന്ധത്തിൽ മാത്രം ജീവിതത്തെ കാണുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് മനുഷ്യൻ എന്ന് കാണുവാൻ കഴിയും. മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ. ക്രിസ്തു ഭൂമിയിലായിരുന്ന കാലത്തുണ്ടായിരുന്ന ചില മരങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള പാറകൾ ഭൂമിയിൽ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഭൂമി ഉണ്ടായിട്ട് എത്ര വർഷമായി എന്ന് ആർക്കും തിട്ടമായി പറയുവാൻ കഴിയുകയില്ലെങ്കിലും ഒരു കാര്യം നമുക്കറിയാം: മനുഷ്യനുണ്ടാകുന്നതിന് മുൻപേ ഭൂമി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മിൽ അധികം പേരും ഇവിടെ നിന്ന് പോയാലും ഭൂമി ഇവിടെ ഉണ്ടായിരിക്കും. അതേ സുഹൃത്തേ, മനുഷ്യൻ താൽക്കാലികനാണ്. താൻ ചിന്തിക്കുന്നത് പോലെയുള്ള വ്യക്തിയല്ല മനുഷ്യനെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പലരും ജീവിക്കുന്നത് അങ്ങ് നൂറ്റാണ്ടുകൾ ജീവിക്കാമെന്ന ചിന്തയിലാണ്. ഇനിയും ഏതാനും ശ്രദ്ധേയമായ പ്രസ്താവനകൾ പറയുന്നത് നമുക്ക് നോക്കാം. ശലോമോൻ പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് നടത്തിയ പഠനത്തിൻ്റെ നിഗമനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവയെക്കുറിച്ച് ശലോമോൻ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവ ഇക്കാലത്ത് അടിസ്ഥാനപരമായ കാര്യങ്ങളാകുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ വായിക്കാം. 5-ാം വാക്യം: സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു. എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. ശലോമോൻ്റെ കാലത്ത് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നത് നമ്മെ ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്. ഓർക്കണം, എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ മനസ്സിലാക്കൽ ഉണ്ടായിരുന്നത്. ഈ വാക്യങ്ങളിൽ 3 ശ്രദ്ധേയമായ പ്രസ്താവനകളാണുള്ളത്. ഒന്ന്, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. പ്രകൃതിയിൽ ഇത് ദിനംതോറും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന കാര്യമാണത്. നാം സാധാരണ പറയാറുണ്ടല്ലോ, സൂര്യൻ ഉദിച്ചുയർന്നു അല്ലെങ്കിൽ അസ്തമിച്ച് താണുപോയി എന്ന്. ഭൂമിയുടെ കറക്കം നിമിത്തമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാമെങ്കിലും ഇപ്പോഴും നാം ഉപയോഗിക്കുന്ന പദപ്രയോഗം സൂര്യൻ ഉദിക്കുന്നു അല്ലെങ്കിൽ സൂര്യൻ ഉയരുന്നു, സൂര്യൻ താണുപോയി, സൂര്യൻ അസ്തമിച്ചു എന്നാണ്. നമുക്ക് സ്ഥിരമായതെന്ന് തോന്നുന്ന ഭൂമിയുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നതായും അത് അസ്തമിച്ച് താഴേക്ക് പോകുന്നതായും നമുക്ക് തോന്നും. എല്ലാ കാലത്തുമുള്ള മനുഷ്യൻ ഈ പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രമമായ രീതിയിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. അത് ചില നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. 2, കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. ചില പ്രത്യേക രീതി അനുസരിച്ചാണ് കാറ്റ് വീശുന്നത് എന്ന് നമുക്ക് ഇന്നറിയാം. ഇന്നത്തെ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും നാം ആഗ്രഹിക്കുന്നത് പോലെ ശരിയായി കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടി പറയുകയല്ല. എന്നാൽ നമുക്ക് തന്നെ അറിയാമല്ലോ, പലപ്പോഴും കാലാവസ്ഥ പ്രവചനം ശരിയാകാതെ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്: കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു. അതായത് ചില നിയമങ്ങൾ അനുസരിച്ചാണ് വീശുന്നത് എന്നർത്ഥം. അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കാറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ നമുക്കറിയില്ല. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു. അഥവാ ശലോമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു. ഒരു സ്ഥലത്ത് കാറ്റ് തെക്കോട്ട് വീശുന്നു, മറ്റൊരു സ്ഥലത്ത് വടക്കോട്ട് വീശുന്നു. ചില നിയമങ്ങൾ അനുസരിച്ചാണ് കാറ്റ് അടിക്കുന്നത്. എങ്ങനെയാണ് ശലോമോൻ അതറിഞ്ഞത്? ഇന്നത്തെ ഉപകരണങ്ങളോ
അറിവിൻ്റെ പശ്ചാത്തലമോ അന്ന് ശലോമോൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ അത് പഠിച്ചു. മൂന്നാമതായി, സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. ബാഷ്പീകരണത്തിൻ്റെ നിയമമാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. ബാഷ്പീകരണം, വെള്ളം ബാഷ്പമായി അന്തരീക്ഷത്തിൽ ഉയരുന്നതിനെക്കുറിച്ച്. തുടർന്ന് കാറ്റ് വന്നു ആ മേഘത്തെ അകലെ കൊണ്ടുപോവുകയും വീണ്ടും മഴയായി ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ മുഴുവനും ഒരു പ്രത്യേക വ്യക്തമായ നിയമത്തിനനുസരിച്ചാണ് നടക്കുന്നത്. യാതൊന്നും തന്നെ നിയമവിരുദ്ധമായി സംഭവിക്കുന്നില്ല. ചിലപ്പോൾ നാം ചിന്തിക്കും, ചില കാര്യങ്ങൾ യാതൊരു ക്രമീകരണവും ഇല്ലാതെ കുഴപ്പമായി സംഭവിക്കുന്നതാകുന്നു എന്ന്, അങ്ങനെ അങ്ങ് യാദൃച്ഛികമായി സംഭവിക്കുന്നതാകുന്നു എന്ന്, എങ്ങനെയോ കുഴഞ്ഞു മറിഞ്ഞങ്ങ് ഉണ്ടായി എന്ന്. എന്നാൽ അത് ശരിയല്ല. 4-ാം വാക്യം കൂടി ഉൾപ്പെടുത്തിയാൽ പ്രകൃതി നിയമങ്ങളുടെ ശ്രദ്ധേയമായ പ്രസ്താവനകൾ 4 ശ്രദ്ധേയമായ പ്രസ്താവനകളാകുന്നു എന്ന് നാം കാണും. അവ ബുദ്ധിക്ക് നിരക്കുന്നതും ഇന്ന് മനുഷ്യൻ്റെ അറിവിന് യോജിച്ചതുമായ പ്രസ്താവനകളാണ്. ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുൻപുള്ള എഴുത്തുകളുമായി ഇതിനെ താരതമ്യപ്പെടുത്തി നോക്കുക. ദൈവവചനത്തിൽ താങ്കൾക്ക് കാണുവാൻ കഴിയുന്ന കൃത്യമായ കാര്യങ്ങൾക്ക് പകരം അന്ധവിശ്വാസങ്ങളും തെറ്റായ നിഗമനങ്ങളും അവയിൽ വളരെയേറെ കാണുവാൻ കഴിയും. ഇനി നാം 8-ാം വാക്യത്തിലേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. മുമ്പ് കാലത്ത് ഇത് ശരിയായി തോന്നുമായിരുന്നില്ല എന്ന് ഞാനങ്ങ് ചിന്തിക്കുക. എന്നാൽ ഓരോ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും മാസികകളും പുസ്തകങ്ങൾക്കും പുറമെ മാധ്യമ വിപ്ലവത്തിൻ്റെ ഈ കാലത്ത് ആയിരക്കണക്കിന് TV ചാനലുകളും കോടിക്കണക്കിന് സമൂഹ മാധ്യമ ചാനലുകളും ലഭ്യമായതോടെ ശലോമോൻ അന്ന് പറഞ്ഞത് എത്ര സത്യമാകുന്നു എന്ന് നമുക്ക് ഇന്ന് വ്യക്തമാകും. ചാനലുകൾ മാറി മാറി എത്ര കണ്ടാലും മനുഷ്യന് തൃപ്തിയില്ല. അതെ, കണ്ടിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല, വായിച്ചിട്ടും തൃപ്തി കണ്ണിന് വരുന്നില്ല. അതിന് കാരണം ഇക്കാലത്തെ പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് മനുഷ്യനുള്ള താല്പര്യം ഏറി വരുന്നതായി കാണാവുന്നതാണ്. എന്നും പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നതിനും പുതിയ കാഴ്ചകൾ കാണുന്നതിനും ആഗ്രഹമുള്ളവരാണ് മനുഷ്യർ. ജീവിതത്തിൻ്റെ ആനന്ദത്തിൽ ഒന്നാണിത്. നാം ജീവിക്കുന്ന ഈ മനോഹരമായ ദേശത്ത് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണത്. വളരെ മനോഹരമായ ഒരു പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ കാഴ്ചകളും വളരെയേറെ മനോഹരമായി നമുക്ക് അനുഭവപ്പെടുന്നു. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കണ്ടെത്തി കഴിയില്ല. കൂടുതൽ അറിയും തോറും കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മാത്രമാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. കൂടുതൽ പഠിക്കും തോറും ഇനിയും എത്രമാത്രം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നു. ഈ ഭൗതിക പ്രപഞ്ചം കൊച്ചു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയതാണ്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യന് മാത്രമേ പ്രപഞ്ചത്തെക്കുറിച്ച് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഒരു നായ ചന്ദ്രനെ നോക്കി കുരയ്ക്കുമ്പോൾ ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രമാത്രമാണെന്ന് അതിനറിയാമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നില്ല എന്നെനിക്കറിയാം. ഒരു വിശാലമായ പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നതെന്ന കാര്യം പോലും നാം മനസ്സിലാക്കുന്നില്ല എന്നത്ര ഞാൻ കരുതുന്നത്. ഒരു നായയുടെ ലോകം വളരെ ചെറിയ ഒന്നാണ്. എന്നാൽ മനുഷ്യൻ്റെ കണ്ണുകളും ചെവികളും ഒരിക്കലും തൃപ്തി അടയുന്നില്ല. അവൻ കൂടുതൽ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുവാനുള്ള വ്യഗ്രതയിലാണ്. ഞാൻ കണ്ടത് മതി, കേട്ടത് മതി എന്ന് പറയുന്ന മനുഷ്യർ ആരാണ്? ഒരുപക്ഷെ ഇന്ന് പറഞ്ഞേക്കാം, നാളെ പറയില്ല. പിന്നെയും കേൾക്കുവാനുള്ള താല്പര്യം. എത്ര കണ്ടാലും മതി വരില്ല, എത്ര കേട്ടാലും മതി വരില്ല. തൃപ്തി വരാത്തതായിട്ടുള്ള അനുഭവം. ഇനി 9ഉം 10ഉം വാക്യങ്ങളിൽ നാം കാണുന്നു. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയത് എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുതിയ ഉപകരണങ്ങൾ നാം ഉണ്ടാക്കുമ്പോൾ പുതിയൊരു കാര്യം നാം കണ്ടുപിടിച്ചു എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്.
ടെലിവിഷന്, സ്മാർട്ട് ഫോണ്, പുതിയ പുതിയ കാറുകൾ, അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങൾ. പുതിയതാകുന്നു ഇതെല്ലാം എന്ന് നിങ്ങൾ പറയും. പിന്നെ സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല എന്ന് ശലോമോൻ എങ്ങനെ പറയുവാൻ കഴിയുമെന്നാണ് പലരും ചോദിക്കുന്നത്. സാഹചര്യങ്ങളും ഉപകരണങ്ങളും മാറ്റപ്പെട്ടു എന്ന് വരാം, എങ്കിലും മനുഷ്യന് മാറ്റമില്ല. മനുഷ്യൻ്റെ വിനോദോപാധികൾ ഓരോന്നും മാറി വരുന്നു എന്ന് മാത്രം. മനുഷ്യൻ്റെ ചിന്താഗതിക്ക് മാറ്റമുണ്ടോ? രംഗം അവതരിപ്പിക്കുന്നതിൽ അല്പം മാറ്റം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്നു, അത്രേ ഉള്ളൂ. ഉദാഹരണത്തിന് അണുബോംബ് പുതിയതാകുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ആറ്റം, അണു, അത് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ആറ്റം മനുഷ്യനേക്കാൾ പഴക്കമുള്ളതാണ്. എന്നാൽ ഇത്രയും കാലം അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. ഈ ചെറിയ അണുവിനെ, ആറ്റത്തെ ഒരു കുഴപ്പം പിടിച്ച അയൽക്കാരനാക്കുവാൻ മാത്രമേ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന നായുടെ ചെവിക്ക് പിടിച്ച് അവനെ കടിപ്പിക്കുന്ന ആ പ്രവണതയാണ് ഇവിടെ കാണുന്നത്. കമ്പ്യൂട്ടർ പുതിയതല്ലേ എന്ന് പലരും ചോദിക്കും. വാസ്തവത്തിലല്ല. ദൈവം നമ്മെ കമ്പ്യൂട്ടർ തലച്ചോറും വൈദ്യുത നാഡീവ്യൂഹങ്ങളിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഉപകരണങ്ങളൊന്നും തന്നെ വാസ്തവത്തിൽ പുതിയതായിട്ടുള്ളതല്ലെന്ന് മനുഷ്യൻ പഠിച്ചു. എന്നാൽ പുതിയതായി ഒന്നുണ്ട്, അതെ, പുതുജനനമാണത്. മനുഷ്യൻ പുതുതായി ജനിക്കുക. താങ്കൾ യേശു കർത്താവിനെ താങ്കളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ താങ്കൾ അനുഭവിക്കുന്ന ആ അനുഭവം അത് പുതുതാണ്. അപ്പോൾ അനുഭവിക്കുന്ന കാര്യമത്രേ ഞാനിവിടെ ഉദ്ദേശിച്ചത്. വാസ്തവത്തിൽ ഇത് മാത്രമാണ് താങ്കൾക്ക് പുതുമയായി തോന്നുന്ന കാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതത് പുതുതായി തീർന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയാകുന്നുവോ താങ്കൾ? യേശുവിന് മാത്രമേ താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. താങ്കളുടെ പാപജീവിതത്തെ മാറ്റി ഒരു പുതിയ ജീവിതം നൽകുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയൂ. താങ്കളുടെ നിരാശയെ മാറ്റി ഒരു പുതിയ പ്രത്യാശയും സന്തോഷവും അവൻ താങ്കൾക്ക് നൽകുവാൻ മതിയായവനാണ്. ഈ ലോകത്തിൽ പുതുതെന്ന് താങ്കൾ ചിന്തിക്കുന്നതെല്ലാം പഴയതാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ അധികം സമയമെടുക്കില്ല. താങ്കൾ പുതിയ വിനോദോപാധികൾ കണ്ടുപിടിച്ചാലും, താങ്കൾ പുതുതെന്ന് ചിന്തിച്ച് പലതിൻ്റെയും പിൻപേ പോയാലും അല്പം കഴിയുമ്പോൾ പണ്ടത്തെ വിരസത മാത്രം ബാക്കി നിൽക്കും. എന്നാൽ ഈ പുതിയ ജനനം, കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ പുതു സൃഷ്ടിപ്പ് താങ്കളെ എല്ലാ വിധത്തിലും പുതുതാക്കി തീർക്കുന്നതാണ്. എന്തുകൊണ്ട് താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായ ഹൃദയത്തിൽ അംഗീകരിക്കുകയില്ല? എന്തുകൊണ്ട് താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച ആ പുതുമ അനുഭവിക്കില്ല? അതിനായി ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് അനുഗ്രഹം. 11-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, വരുവാനുള്ളവരെക്കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകുകയില്ല. ശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ കൂടി സംതൃപ്തി കണ്ടെത്തുവാൻ ശലോമോൻ ശ്രമിച്ചു. എന്നാൽ ഈ നിഗമനത്തിലാണ് അവൻ എത്തിച്ചേരേണ്ടതായി വന്നത്. പുരാതന ലോകത്തെക്കുറിച്ച് മനുഷ്യൻ ഓർക്കുന്നില്ല. മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാൻ പരിശ്രമിക്കുന്നു. പൊതുജന മധ്യത്തിൽ തന്നെ ഉന്നതനാക്കി കാണിക്കുവാൻ മനുഷ്യൻ ലോകത്തിലുള്ള സകല മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. താൻ പ്രശസ്തിയുടെ ആ പടികൾ ചവിട്ടി കയറുവാൻ വേണ്ടതൊക്കെ ചെയ്യുന്നു. ഇല്ലാത്ത ഡിഗ്രി ഉണ്ടെന്നൊക്കെ കാണിക്കുന്നു, ഇല്ലാത്ത സമ്പത്തുണ്ടെന്ന് കാണിക്കുന്നു, സമ്പത്ത് വർദ്ധിപ്പിച്ച് സമൂഹത്തിൽ ഉന്നതനെന്ന് കാണിക്കുവാൻ തത്രപ്പെടുന്നു. എന്നാൽ അധികം താമസിക്കാതെ അവൻ രംഗത്ത് നിന്ന് നീക്കപ്പെടുന്നു. അത് പിടിച്ചു നിർത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലോ. പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. നിഷ്പക്ഷമായി ചിന്തിക്കൂ സുഹൃത്തേ. 50 വർഷങ്ങൾക്ക് മുൻപ് പ്രമുഖരായിരുന്ന കളിക്കാർ, അതിപ്പോൾ ക്രിക്കറ്റ് കളിക്കാരായിക്കൊള്ളട്ടെ, ഫുട്ബോൾ കളിക്കാരായിക്കൊള്ളട്ടെ, ഏതെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, അവർ ആരൊക്കെയാകുന്നു എന്ന്
ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ പലർക്കും ഓർമ്മ പോലും ഉണ്ടാകില്ല. പത്രത്തിൽ ഇടയ്ക്കിടെ അവരുടെ പേരുകളൊക്കെ എഴുതി വരുന്നുണ്ട്. എന്നാൽ അന്ന് അവർ പ്രശസ്തിയിൽ അനുഭവിച്ചിരുന്നതായിട്ടുള്ള ആ ഒരു പ്രശസ്തി, അറിവ് ഇല്ല. എല്ലാവരും അവരെക്കുറിച്ച് മറന്നു കഴിച്ചു. നമ്മുടെ ഓർമ്മ വളരെ ചുരുങ്ങിയതാണ്. വളരെ ഉന്നതരായി വിലസിയിരുന്ന പലരും, വളരെയധികം അറിയപ്പെട്ടിരുന്ന പലരും ഇന്ന് ആരാലും അറിയപ്പെടാത്തവരായി ഒരു മൂലയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. അനേകരെക്കുറിച്ചും വളരെയേറെ തെറ്റിദ്ധാരണകൾ ഇന്ന് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ശലോമോൻ വലിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ജീവിതത്തിൻ്റെ പരീക്ഷണശാലയിലാണ് അവൻ അവയെ പരിശോധിക്കുന്നത്. മനുഷ്യന് ലഭ്യമായതെല്ലാം അവൻ പരീക്ഷിച്ച് നോക്കുന്നു. ശലോമോൻ്റെ കാലത്ത് അവൻ്റെ പദവിയിൽ തനിക്കിഷ്ടമുള്ള ഏത് രംഗത്തും അവന് കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നു. ശലോമോൻ ചെയ്തത് ഇന്നും പലർക്കും കഴിയാത്ത കാര്യങ്ങളാണ്. ആദ്യമായി അവൻ പ്രകൃതി നിയമങ്ങൾ പഠിക്കുവാൻ സമയമെടുത്തു. എന്നാൽ പ്രകൃതിയിലും ശാസ്ത്രത്തിലും തനിക്ക് പുതിയ ജീവൻ നൽകത്തക്ക വിധം യാതൊന്നും പഠിക്കുവാനില്ല എന്ന് ശലോമോൻ കണ്ടെത്തി. ഇന്നും ഈ തുറയിൽ പരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതായ ഉപസംഹാരത്തിൽ മാത്രമേ വന്നെത്തുവാൻ കഴിയൂ എന്ന് മറക്കരുത്. അതെ, പുതുതായി ഒന്നുമില്ല, ഒക്കെ പഴയത് മാത്രമാണ്. എന്താണ് പുതുത്? പുതുതായി ഒന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ അത് ദൈനംദിനം പുതുമയുടെ അനുഭവമാണ്. പ്രകൃതിയിലെ പഠനത്തിൽ നിന്നും ശലോമോൻ മനസ്സിലാക്കിയത് തൻ്റെ ജീവിതത്തിൽ ഈ പഠനം നിലനിൽക്കുന്ന യാതൊന്നും കൊണ്ടുവരില്ല എന്നത്രേ. ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമാണ് നിലനിൽക്കുന്ന അനുഭവം കൊണ്ടുവരുന്നത്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ പുതിയ ജനനം, പുതുതായി ആ അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നില്ല എങ്കിൽ ജീവിതത്തെ ഒരിക്കലും ആസ്വദിക്കുവാൻ സാധിക്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ഈ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചിട്ടുണ്ടോ? അതോ പല പല പരീക്ഷണങ്ങളിലൂടെ ജീവിതത്തെ എങ്ങനെങ്കിലും പച്ചപിടിപ്പിക്കുവാൻ, ധന്യമാക്കുവാൻ ചിന്തിച്ച് മുൻപോട്ട് പോകുന്നതായ ആ അനുഭവമാണോ ഇന്നും താങ്കൾക്കുള്ളത്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നും നമ്മെ അറിയിക്കുന്നത് ഈ പറയുന്ന എല്ലാ പരീക്ഷണങ്ങളും ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തെ സംതൃപ്തമാക്കുവാൻ കഴിയില്ല. ശലോമോനേക്കാൾ അധികം ഈ രംഗങ്ങളിൽ പരീക്ഷണം നടത്തുവാൻ ആർക്കാണ് സാധിക്കുന്നത്? ശലോമോന് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവന് ജ്ഞാനമുണ്ടായിരുന്നു, അവന് അധികാരമുണ്ടായിരുന്നു, അവന് സാധ്യതകളുണ്ടായിരുന്നു. അവൻ അതെല്ലാം പരീക്ഷിച്ചു. എന്നാൽ തൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും താൻ പഠിച്ചത് സകലവും മായ, ശൂന്യം, ലക്ഷ്യമില്ലാത്തത്, പ്രയോജനരഹിതം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ദൈവ പൈതലിന് പറയുവാൻ സാധിക്കുന്നത് ജീവിതം അർത്ഥവത്താണ്, ജീവിതം ആസ്വാദ്യകരമാണ്, ജീവിതത്തിന് വിലയുണ്ട്, ജീവിതത്തിന് അർത്ഥമുണ്ട്, ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ഇവിടെ വെറുതെ വന്നൊരു മൃഗത്തെപ്പോലെ, ഒരു പറവയെപ്പോലെ ജീവിച്ച് മരിച്ചു പോകുന്നതല്ല മനുഷ്യൻ്റെ ജീവിതം. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ ജീവിതം അർത്ഥവത്താക്കുന്നു എങ്കിൽ മാത്രമേ ആ അപ്പുറത്തുള്ള അഥവാ വരുവാനുള്ള ജീവിതം ആസ്വദിക്കുവാൻ സാധിക്കൂ. അത് നിത്യതയിൽ ദൈവത്തോടു കൂടെയുള്ള ജീവിതമാകുന്നു. ആ ജീവിതം ആസ്വദിക്കുവാൻ, ആ ജീവിതം നാം ഇവിടെ തന്നെ ആരംഭിക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. യേശുവിനെ പിൻപറ്റുവാൻ നാം തീരുമാനിക്കുമ്പോൾ വാസ്തവത്തിൽ ആ ജീവിതത്തിലേക്കാണ് നാം കാൽവെക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ യേശുവിനെ സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സൃഷ്ടിതാവിനല്ലാതെ സൃഷ്ടിയെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ കഴിയുന്നത് ആർക്കാണ്? ക്രിസ്തുവിൽ കൂടെ കാണാത്ത പക്ഷം
സകലവും വിരൂപവും നിരർത്ഥകവുമായി മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. തത്വജ്ഞാനവും വെറും വാക്കും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതത്തിൻ്റെ നിരർത്ഥകത തിരിച്ചറിഞ്ഞ പൗലോസ് കുറിച്ചിരിക്കുന്ന വാക്കുകളാണിവ. സകലത്തിൻ്റെയും ആരംഭവും അവസാനവും അവിടുന്നാകുന്നു. സകലത്തിനും ആധാരമായിരിക്കുന്ന ക്രിസ്തുവിലാകുന്നു സകലവും സമ്പൂർണ്ണമാകുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ഒന്നും പൂർണ്ണമാകുന്നില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നുവെങ്കിൽ നാം ധന്യരാണ്.